ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ ഓർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഹെൽത്ത് മിനിസ്റ്റർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഈസ് നമ്മളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിഷയമാണ്. എനിക്ക് തോന്നുന്നത് ഒരു സിലബസിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ്റെ ഹെൽത്ത് കെയർ സ്റ്റാറ്റിസ്റ്റിക്സേ മാറാൻ സാധ്യതയുള്ള ഒരു സംഗതിയായിരിക്കും. ചുറ്റും സഡൻ കാർഡിയാക് അറസ്റ്റ് ദിവസം കേൾക്കുന്ന ഒരു കഥയാണ്. വളരെ സാഡ് സ്റ്റോറിയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വെന്റിലേറ്ററിലായി 3-4 ദിവസത്തിൽ മരിച്ചു പോകുന്ന ഇഷ്ടംപോലെ പേരുണ്ട്. അതെ അതെ, നമുക്ക് എന്താ ഒരു സന്ദേശം കൊടുക്കാൻ പറ്റും? ഒരാൾ ഇമ്മീഡിയറ്റ്ലി കുഴഞ്ഞു വീണാൽ എന്നും നമ്മൾ കേൾക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മൾ ICUവിൽ എവറി ഡേ അല്ലെങ്കിൽ എല്ലാ ആഴ്ച 1-2 കേസ് ഇങ്ങനെ വരും. പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു, ബ്രെയിൻ ഡെഡ് ആവുന്നു, സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നു, പക്ഷെ അവര് രക്ഷപ്പെടാറില്ല. നമ്മളെ നാട്ടിൽ ഇന്ത്യയിൽ പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ വെറും 1 മുതൽ 2% ആൾക്കാർക്ക് മാത്രമേ ബേസിക് ലൈഫ് സപ്പോർട്ട് അറിയുള്ളൂ. BLS. സോ ബേസിക് ലൈഫ് സപ്പോർട്ട് ഒരു വിഷയമാണ്. ബേസിക് ആയിട്ട് ഒരു കോഴ്സാണ് ആക്ച്വലി. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലും നമ്മൾ എമർജൻസി മെഡിസിനും കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ്. പബ്ലിക്കിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് മെഡിക്കൽ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടാണ്. പബ്ലിക് അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് സംഗതിയാണ്. ഈ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ, ഒരു പെട്ടെന്ന് കുഴഞ്ഞു വീണ്, ചിലപ്പോൾ ഒരു ചോക്കിംഗ് വന്നു കഴിഞ്ഞാൽ, എന്താണ് ഒരു ഡ്രൗണിങ് കേസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പബ്ലിക് എന്ത് ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് ഒരു ആംബുലൻസ് അല്ലെങ്കിൽ മെഡിക്കൽ സർവീസ് വരുന്നവരെ എന്ത് ചെയ്യണം. എനിക്ക് തോന്നുന്നത് അതൊരു സിലബസിൽ ഉണ്ടെങ്കിൽ ഇന്ത്യന്റെ ഓവറോൾ ഹാർട്ട് അറ്റാക്കിന്റെ എണ്ണം കുറയും എന്നുള്ളൊരു കാര്യം. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. കുറച്ച് നെക്സ്റ്റ് 5 years അല്ലെങ്കിൽ 10 years നമ്മൾ ഇന്ത്യന്റെ ഹെൽത്ത് കെയർ സ്റ്റാറ്റിസ്റ്റിക്സേ മാറാൻ സാധ്യതയുള്ള ഒരു സംഗതിയായിരിക്കും സിലബസിൽ കയറി. സർവൈവൽ റേറ്റ്സ് നമ്മളിപ്പോൾ കേരള മോഡലിൽ നമ്മൾ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞു. അതായത് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ അംശം കുറയുന്നുണ്ട്. കേരള മോഡലാണ്. അതേപോലെ ഹാർട്ട് അറ്റാക്ക് മോഡലിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. 25 to 30% ഓഫ് ഓൾ ഡെത്ത്സ് ഹൃദയാഘാതം കാരണമാണ്. ആ നമ്പർ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഈ ഹെൽമെറ്റ് ഇടാൻ പറയുന്നു, സീറ്റ് ബെൽറ്റ് ധരിക്കാൻ പറയുന്നു, ഫൈൻ ഉണ്ട് 1000 രൂപ ഫൈൻ, 5000 രൂപ ഫൈൻ. എന്തിനു വേണ്ടിയിട്ടാണ്? റോഡ് അപകടം തടയാൻ വേണ്ടിയിട്ട്, അല്ലേ? പക്ഷെ റോഡ് അപകടങ്ങൾ ലോകമെമ്പാടും അല്ലെങ്കിൽ ഇന്ത്യയിൽ അതിന്റെ സംഖ്യ നോക്കുകയാണെങ്കിൽ വെറും 3% മാത്രമേ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു മരണത്തിന്റെ എണ്ണം. ഹാർട്ട് അറ്റാക്കിന്റെ എണ്ണം 25 to 30% ആണ്. ഞാൻ പറയുന്ന ഒരു ഡയലോഗ്, നിങ്ങൾ ഹാർട്ടിന്റെ സീറ്റ് ബെൽറ്റ് എവിടെ, ഹാർട്ടിന്റെ ഹെൽമെറ്റ് എവിടെ? സോ ഐ തിങ്ക് ബേസിക് ലൈഫ് സപ്പോർട്ട് അത് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കണം. എല്ലാ ലീഡിംഗ് ഹോസ്പിറ്റൽസ് ഇന്ന് ബേസിക് ലൈഫ് സപ്പോർട്ട് കോഴ്സസ് കൊടുക്കുന്നുണ്ട്. ഒരാളുടെ ജീവൻ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് ജസ്റ്റ് ഫാന്റാസ്റ്റിക്. It will make a huge difference.